വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഐ ലവ് യു വിശ്വ. ലവ് യു ടു. എനിക്ക് നിന്നെ കാണാൻ തോന്നുക. വീഡിയോ കോൾ വിളിക്കട്ടെ? അതിന് നീ തിരിച്ചെത്തിയോ? അരമണിക്കൂറായി കാണും. ആളത് പറഞ്ഞ തൊട്ടടുത്ത സെക്കൻഡ് തന്നെ വിശ്വയുടെ വീഡിയോ കോൾ. ഹൃദയം നിറച്ചൊരു ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവൻ. എത്ര പെട്ടെന്നാണ് താൻ അവന്റെ പ്രണയത്തിന്റെ അടിമയായി മാറിയത്. പപ്പയോട് വഴക്കിന് പോരുത് കേട്ടോ. ചിരിയോടെ അവൻ ആദ്യം ഓർമ്മിപ്പിച്ച അത് തന്നെയാണ്. അവനെ കാണാവുന്ന വിധം ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവൾ കിടക്കയിലേക്ക് കിടന്നു. ഞാൻ നാളെ തിരിച്ചു പോന്നാലോന്നാ. ആൾക്കാരെ നേരിട്ട് കാണാനുള്ള മോഹം കലശലായി. എന്റെ ഒരു കിസിന്റെ പവറേ. ഈണത്തിൽ അത് പറയുമ്പോൾ അവനാകെ കള്ളത്തരമാണ്. വല്ലാത്തൊരു ചിരിയോടെ ചുണ്ടിൽ തഴുകുന്നു. ആ കാഴ്ച അതിലേക്ക് നയിച്ച ഓർമ്മ മിത്രയിൽ ഒരു പിടപ്പ് തോന്നി. പോടാ, അതൊന്നുമല്ല. കെറിവിച്ചുകൊണ്ടത് പറയുമ്പോൾ ആളുടെ മുഖം ചുവന്നു കൊടുത്തു. ഇനിയിപ്പോ അതാണെങ്കിലും നോ പ്രോബ്ലം. എന്റെയാണോ? എന്റെ മാത്രം. അത് പറയുമ്പോൾ അവന്റെ സ്വരം നേർത്തു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വിശ്വ. ടെൻഷൻ ആവില്ലടി, ഞാനുണ്ടല്ലോ. അത് തന്നെയാണ് അവളുടെ ഏക ആശ്വാസം. പപ്പ ഇനി അന്വേഷണം നടത്തിയാലും ചേർത്ത് വെക്കാൻ കഴിയാത്ത അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അതിനി പപ്പക്ക് ഓക്കെ അല്ലെങ്കിൽ കൂടിയും അവനെ കാണുമ്പോൾ, അവനോട് മിണ്ടുമ്പോൾ ആ നെഗറ്റീവ് പോലും പോസിറ്റീവ് ആക്കി മാറ്റാൻ അവന് കഴിയും. മിണ്ടിയും പറഞ്ഞും കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മിത്ര ആ പഴയ മൂഡിലേക്ക് തന്നെ തിരികെ വന്ന് എത്തിയിരുന്നു. വീര്യമുള്ള ലഹരി പോലെ പിന്തിരിഞ്ഞ് നടക്കാൻ കഴിയാത്ത വിധം നോട്ടം കൊണ്ടും വാക്കുകൾ കൊണ്ടും അവൻ വീണ്ടും വീണ്ടും അവളെ അവന്റെ സ്നേഹം കൊണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് തന്നെ തിരിച്ചു പോകാനാണ് മിത്രയുടെ മനസ്സിലെങ്കിലും അത് വേണ്ട, പപ്പകത് കൂടുതൽ സങ്കടമാവും. അത് വേണ്ട, പപ്പകത് കൂടുതൽ സങ്കടമാവും. നീ മറ്റന്നാൾ രാവിലെ വന്നാൽ മതി എന്ന് വിശ്വ പറഞ്ഞുകൊണ്ടും അതിലൽപ്പം കാര്യമുണ്ടെന്ന് തോന്നിയുകൊണ്ടും മിത്ര അന്നുകൂടി വീട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോഴും ഇനി നാളെ തിരിച്ചു പോകാനുള്ള കാര്യത്തിൽ പപ്പ എന്തെങ്കിലും തടസ്സം പറയുമോ എന്നുള്ള ആശങ്ക കൊണ്ട് അവൾക്ക് പലപ്പോഴും ചങ്കിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും പുറമേ കാണിച്ചില്ല. പപ്പയുടെയും ലിസി ആന്റിയുടെയും കൂടെ പതിവ് പോലെ തന്നെ അവരുടെ പുന്നാരയായി കൂടുമ്പോൾ തലേന്നുണ്ടായിരുന്ന ഡെന്നീസിന്റെ അകൽച്ചയിലും കാര്യമായ മാറ്റം വന്നിരുന്നു. അയാളും പഴയ പോലെയാണ്. നമുക്കൊന്ന് പള്ളിയിൽ പോയാലോ എന്ന് മിത്ര ലിസിയോട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അവരവളെ ഞെട്ടിക്കൊണ്ട് നോക്കി. സാധാരണ ഈ വക പരിപാടികൾക്കൊന്നും ഇന്നു കൊടുക്കാത്തവളാണ്. വാ ആന്റി. അതിന്റെ അർത്ഥം മനസ്സിലായെങ്കിലും മിത്ര ചിരിയോടെ തിരിഞ്ഞടന്നു. വൈകുന്നേരമാണ് അവർ പള്ളിയിലേക്ക് ഇറങ്ങിയത്. മിത്രയുടെ സ്കൂട്ടി കൊണ്ടുവരാത്തതുകൊണ്ട് കാറിലാണ് പോയതും. വല്ലപ്പോഴും പോകുമ്പോൾ ചെയ്യാറുള്ള പോലെ ശൂന്യമായ മനസ്സോടെയല്ല അന്ന് അവൾ ആ തിരുനടയിൽ നിന്നത്. മനസ്സിൽ വല്ലാത്തൊരു സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനയുണ്ട് അന്നവൾക്ക്. പ്രിയപ്പെട്ടവൻ എനിക്ക് തന്നെ തരണേ എന്നൊരു അപേക്ഷയുണ്ട്. അവനില്ലാതെ എനിക്കിനി വയ്യല്ലോ എന്നൊരു പരിഭവമുണ്ട്. അവനു വേണ്ടി എൻ്റെ പപ്പയെയോ പപ്പയ്ക്ക് വേണ്ടി അവനെയോ ഉപേക്ഷിച്ച് കളയാൻ വയ്യുന്നൊരു ധർമ്മ സങ്കടവുമുണ്ട്. കണ്ണടച്ച് കൈകൂപ്പി അരികിൽ നിൽക്കുന്നവളുടെ മനസ്സിലപ്പോൾ എന്തെന്നറിയാവുന്ന പോലെ ലിസിയുടെ മനസ്സിലും പ്രാർത്ഥനകൾ നിരന്ന് നിൽപ്പുണ്ട്. ആൾക്കൊരു കുഴപ്പവും വരരുതേ എന്ന് ഹൃദയം നൊന്ന് കേഴുന്നതിനൊപ്പം അവളുടെ ആ ഇഷ്ടം അവൾക്ക് യോജിക്കുന്നവനെങ്കിൽ ആൾക്ക് തന്നെ കൊടുത്തേക്കണേ എന്നതിനൊപ്പം അത് കാരണം തന്റെ സഹോദരൻ വേദനിക്കരുത്. അവർ പപ്പയും മോളും ഇതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ തുടരാൻ കഴിയണേ എന്നും അവളുടെ ആ ഇഷ്ടം അതിനൊരു തടസ്സമാവരുതേ എന്നുമൊക്കെ ലിസിയും ദൈവത്തിനോട് അപേക്ഷിക്കുന്നുണ്ട്. അതുവരെയുള്ള മനസ്സിലെ വിങ്ങലിന് അല്പം ആശ്വാസം കിട്ടിയ പോലെയാണ് മിത്ര പിന്നെ അവിടെ അമ്മയെ കാണാൻ പോയത്. പള്ളിയുടെ വലതുവശത്തായി ഒരുപാട് പൂക്കൾ നിറഞ്ഞൊരു തോട്ടം പോലെ ആ സെമിത്തേരിയിൽ അമ്മയുടെ കല്ലറയ്ക്ക് സമീപം നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് അവൾ അവരോട് അവനെ കുറിച്ച് വാചാലയാവുന്നുണ്ട്. പപ്പക്കൊരു ഇഷ്ടക്കേടുണ്ടോ അമ്മ? എനിക്ക് അവൻ ഇഷ്ടം, പപ്പയോളം തന്നെ എന്ന് പറയുമ്പോൾ മിത്രയുടെ കണ്ണ് നിറഞ്ഞു ലിസു. അവരെ ശല്യപ്പെടുത്താതിരിക്കാൻ ലിസി ആ പരിസരത്തു കൂടി വന്നതുമില്ല. ലിസിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മിത്രയ്ക്കും വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ടീന ഫോണിലേക്ക് വിളിച്ച് ബെല്ലടിക്കുന്നതിന്റെ ശബ്ദം കേട്ടിട്ടാണ് മിത്ര ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്. ഗുഡ് മോർണിംഗ്. മിത്ര ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു. നീ ഇനി എഴുന്നേറ്റില്ലേ? ഇല്ല, സമയം 10 കഴിഞ്ഞു. അതിനിപ്പോ എന്താ ഇവിടെ ചെയ്യാനൊന്നുമില്ലല്ലോ. വൈകുന്നേരമല്ലേ തിരിച്ചു വന്ന്? ആളുടെ ശബ്ദത്തിലെ സംശയങ്ങളുടെ ധ്വനി മിത്രക്ക് അത് പെട്ടെന്ന് പിടികിട്ടി. തീരുമാനിച്ചിട്ടില്ല. എങ്ങും തൊടാത്തൊരു ഒഴുക്കിന് ഉത്തരം കൊടുക്കുമ്പോൾ ടീന അതുകൊണ്ട് നടങ്ങില്ലെന്ന് മിത്രയ്ക്ക് ഉറപ്പാണ്. ഉച്ചകഴിഞ്ഞ് പോയാൽ പോരെ? എങ്കിൽ ഞാനും നീ ഒപ്പെത്തും, നിനക്ക് ഒറ്റയ്ക്കിരിക്കണ്ടല്ലോ. അവളുടെ അനാവശ്യമായ കരുതൽ മിത്രയ്ക്ക് ചിരി വന്നു. താൻ പെട്ടെന്ന് പോകുന്നതോ ആളില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്നോ ഒന്നുമല്ല ടീനയുടെ പ്രശ്നം. നേരത്തെ പോയിട്ട് താൻ വിഷയുടെ കൂടെ കൂടരുതെന്നൊരു നിർബന്ധ ബുദ്ധി. എന്നാൽ നിർബന്ധിച്ച് പറയുന്നുമില്ല. വേറൊന്നുമില്ലല്ലോ, ഞാനത് വെക്കട്ടെ, എഴുന്നേറ്റതേ ഉള്ളൂ. ടീനക്ക് പിന്നെയും എന്തോ പറയാനുണ്ടെന്നറിയാമായിരുന്നിട്ടും ആളുടെ മറുപടി പോലും കാത്തിൽക്കാതെ മിത്ര ഫോൺ കട്ട് ചെയ്തു. ഡെന്നീസ് അന്ന് തിരികെ പോവേണ്ടെന്ന് പറയുമോ എന്നായിരുന്നു പിന്നെയുള്ള ഓരോ നിമിഷം അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന ചോദ്യം. കുറച്ച് നേരത്തെ ഇറങ്ങോ?
ടീന ഒരു മുന്നേ നമുക്ക് മാത്രമായിട്ട് കുറച്ചു നേരം കൂടാലോ എന്നുള്ള വിശ്വയുടെ ചോദ്യമുണ്ട് ഉള്ളു നിറയെ. പക്ഷെ എങ്ങനെ പോവും, എന്തു പറഞ്ഞിട്ട് പോവും? അതായിരുന്നു പ്രശ്നം. പപ്പയോട് ഇടയാൻ നിൽക്കരുതെന്ന് കൂടി അവൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കൂടെ ഇരിക്കാൻ അത്രമാത്രം കൊതിയുമുണ്ട്. ഞാനിന്ന് പോകും കേട്ടോ പപ്പ എന്ന് രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഡെന്നീസിനോട് പറയുമ്പോൾ തന്റെ ഹൃദയമിടിപ്പ് പുറത്തു കേൾക്കും വരുമാണെന്ന് മിത്ര അറിയുന്നുണ്ട്. എങ്കിലും വാക്കിലും നോക്കിലും തികച്ചും സ്വാഭാവിക വരുത്താൻ അവൾ ആഞ്ഞു ശ്രമിച്ചു. 3 മാസം കൂടിയല്ലേ ഇനി ഈ കോഴ്സുള്ളൂ. അങ്ങേയറ്റം ഗൗരവം നിറഞ്ഞൊരു അന്വേഷണം. മിത്ര ടെൻഷനോടെ മൂളി. ഇനി ഇത് തുടരണം തന്നെയാണോ നിനക്കിപ്പോഴും? ആ പപ്പ, ഞാൻ അത്രമേൽ കൊതിച്ചു പോയി ചേർന്നല്ലേ. വല്ലാത്തൊരു വെപ്രാളമുണ്ടായിരുന്ന അവൾക്കത് പറയുമ്പോൾ. അത് കോഴ്സിനോടുള്ള കൊതിയല്ലല്ലോ, നാട്ടിലെ കോളേജ് ലൈഫിനോടുള്ള കൊതിയല്ലേ. തീർത്തും നിസ്സാരമായിട്ടാണ് അയാളത് പറഞ്ഞത്. ആ കൊതി ഇപ്പോഴും ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഡെന്നീസിന്റെ മുഖം വീണ്ടും വലിഞ്ഞു മുറുകി. 6 മാസം ടൈം വേണമെന്ന് പപ്പയോട് പറഞ്ഞിട്ട് തന്നെയാ. പപ്പ സമ്മതിച്ചിട്ട് തന്നെയല്ലേ ഞാൻ ആ കോഴ്സിന് പോയി ചേർന്ന്. ഇനിയിപ്പോൾ പാതിയില നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചില്ല പപ്പ. തുടങ്ങിയ പൂർത്തിയാക്കാൻ തന്നെയാ എൻ്റെ ഉദ്ദേശം. മിത്രയുടെ വാക്കുകൾക്കും വല്ലാത്തൊരു ഉറപ്പുണ്ട്. ഓക്കെ 6 മാസം കഴിഞ്ഞ് നീ ഇനി വേറെ ഒഴിവ് പറയരുത്, അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നാ ഞാൻ. ആളുടെ സ്വരം മാറിയെന്നിടത്തും ഡെന്നീസ് അല്പം ഒന്ന് അയഞ്ഞു കൊടുത്തു. ഇതുവരെയും പറഞ്ഞ വാക്ക് ഞാൻ മാറിയിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ പപ്പയുടെ പേര് ഡെന്നീസ് മാത്യു തന്നെയാ. അതും പറഞ്ഞുകൊണ്ട് മിത്ര കഴിക്കുന്ന നിർത്തിക്കൊണ്ട് എഴുന്നേറ്റ്. ആളത് മുഴുവനും കഴിച്ചിൽ നിന്ന് കണ്ടതും ലിസി ശാസനയോടെ സഹോദരനെ നോക്കി. മുഴുവനും കഴിക്കുമോളെ, ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നില്ല, അയാൾ ഓർമ്മിപ്പിച്ചു. എനിക്ക് വേണ്ടായിട്ട് ലിസി ആൻറ്റി. ആൾ മുഖം ചുളിച്ചുകൊണ്ട് അതിനുള്ള മറുപടി ലിസിയോടാണ് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓട്സ് ഉണ്ടാക്കി തന്നേക്കാം. ആളുടെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങിച്ചുകൊണ്ട് ലിസി വാത്സല്യത്തോടെ പറഞ്ഞു. വൈകുന്നേരമല്ലേ നീ പോകുന്നത്, ഞാൻ ബസ് സ്റ്റോപ്പിൽ വിട്ടു വരാം. ആൾക്കൊരു മറുപടി വരാൻ അവസരം കൊടുക്കാതെ അത്രയും മറി ഡെന്നീസ് എഴുന്നേറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ടെന്ന് കരുതിയതുകൊണ്ട് മിത്ര പിന്നെയൊന്നും പറയാതെ കൈ കഴുകി തുടച്ചുകൊണ്ട് മുകളിലേക്ക് തന്നെ കയറിപ്പോയി. സോറി ഈശ, എനിക്ക് നേരത്തെ വരാൻ കഴിയില്ല. പപ്പ ബസ് സ്റ്റോപ്പിൽ വിട്ടോളാന്ന് പറഞ്ഞു എന്ന് വിശ്വക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ആൾക്കുള്ളിൽ വല്ലാത്തൊരു നിരാശ നിറയുന്നുണ്ടായിരുന്നു. പോണ്ടെന്ന് പറഞ്ഞെങ്കില് അഭി ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ലടാ, അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ എനിക്കത് ഇഷ്ടമില്ലെന്ന് അവൾക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, ഡെന്നീസ് ഉറപ്പിച്ചു പറഞ്ഞു. അവിടെ എത്തിയാൽ പിന്നെ അവൾ അവന്റെ കൺട്രോളാ. മിത്രയെ നമുക്കറിയാം, തെറ്റായിട്ടൊന്നും അവളായിട്ട് ചെയ്യില്ലെന്ന് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ അങ്കിൾ അവനാള് ശരിയല്ല. അവളെ സ്വന്തമാക്കാൻ, അല്ല അങ്കിളുടെ സ്വത്ത് മുഴുവൻ സ്വന്തമാക്കാൻ അവൻ എന്തും ചെയ്യും, ഏതുവരെയും പോവും. അവനൊരിക്കൽ പ്രേമനാടത്തിൽ വീണുപോയതുകൊണ്ട് മിത്രക്കൊന്നും മനസ്സിലാവുകയും ചെയ്യുന്നില്ല. നമ്മളിനി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് തന്നെ അവളത് സ്വീകരിക്കില്ല. അവൾക്ക് ദേഷ്യമാ. ഇല്ലാത്ത പറഞ്ഞിട്ട് അവനോട് വെറുതെ ദേഷ്യം തീർക്കുകയാണെന്നൊക്കെയാ അവള് പറയുന്നത്. അഭി ഒറ്റ ശ്വാസത്തിനാണെല്ലാം പറഞ്ഞു നിർത്തിയത്. അവന്റെ അരികിലിരുന്നുകൊണ്ട് എബിയും ടെൻഷനോടെ അവനെ നോക്കുന്നുണ്ട്. അഭി അവനെ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഏറെക്കുറെ കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടന്നു കഴിഞ്ഞെന്നൊരു ആത്മസംതൃപ്തി അഭിക്കുണ്ട്. മിത്ര എത്തും മുമ്പേ ഡെന്നീസിനോട് പറയാമായിരുന്നു എന്നുള്ള ടീനയുടെ വാക്കുകൾ അത് കേട്ടതുകൊണ്ടുള്ളൊരു ശ്രമം അതിപ്പോൾ വിജയത്തിന്റെ പാതയിലാണ്. മിത്ര വിശ്വയുടെ പോസിറ്റീവ് വശങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കും മുന്നേ അവന്റെ ഉള്ളതും പിന്നെ അവൻ ഉണ്ടാക്കിയതുമായ കുറെ നെഗറ്റീവ് മാത്രം എണ്ണിപ്പെറുക്കി അയാൾക്ക് മുന്നിലേക്ക് എത്തിച്ചു കൊടുത്ത അഭിയാണ്. അപ്പോഴവൻ അങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. അതിനുള്ള ഒറ്റ കാരണം കൺമുമ്പിൽ മിത്രയുടെ അകൽച്ചയുടെ വിരഹവേദന കൊണ്ട് പിടയുന്ന എബിനാണ്. എന്ത് ചെയ്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും അല്പം പോലും കുറയാത്ത അവന്റെ ഹൃദയനോവാണ്. മിത്രയെ തിരികെ അവനിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുക, അവളുടെ തിരസ്കാരം കൊണ്ട് തപിച്ചുരുകുന്ന അവന്റെ മനസ്സിന് ആശ്വാസം പകരുക എന്നതിൽ കവിഞ്ഞെന്നും അഭിയപ്പോൾ ഓർത്തതുമില്ല. മിത്രയുടെ ഇഷ്ടം വിശ്വയാണെന്നും അവന് നഷ്ടപ്പെട്ടാൽ ഇന്നിപ്പോൾ എബിൻ അനുഭവിക്കുന്നതിനേക്കാൾ തീവ്രമായ വേദന അവളും സഹിക്കേണ്ടി വരുമെന്നോ, എബിനെ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നോ ഒന്നും അവനപ്പോൾ ഓർത്തില്ല. അവൾ എൻ്റെ മോളാ അബി, എനിക്ക് എന്നെ പോലെ തന്നെ വിശ്വാസമുള്ള എൻ്റെ മകള്. അബി പറഞ്ഞ് പൂർണ്ണമായി ഇഷ്ടപ്പെടാത്തൊരു മടുപ്പുണ്ട് ഡെന്നീസിന്റെ വാക്കുകളിൽ. അറിയാം, എനിക്കറിയാമെങ്കിൽ, പക്ഷെ ഞാൻ പറഞ്ഞ് എനിക്ക് അവൻ്റെ നാട്ടിലൊന്ന് പോകണം അബി. വിശയെക്കുറിച്ചും അവൻ്റെ നാടും വീടും വീട്ടുകാരും എല്ലാവരും എനിക്ക് നേരിട്ടറിയണം. ഒന്നും കാണാതെ എൻ്റെ മകൾ അവൻ ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ അവൾക്ക് ഇഷ്ടാവുന്ന എന്തെങ്കിലും ക്വാളിറ്റി അവനുണ്ടെങ്കിൽ. ഡെന്നീസ് മുഴുവനും പറയാൻ നിർത്തിക്കളയുമ്പോൾ അബിക്ക് അതുവരെയുണ്ടായ ആത്മവിശ്വാസം വീണ്ടും തകർന്നു പോയി. എത്രയൊക്കെ പറഞ്ഞാലും അങ്കിൾ ഇപ്പോഴും മിത്രയെ അവളുടെ പ്രണയത്തെ അംഗീകരിക്കുന്നുണ്ടെന്ന് അവന് ഉറപ്പായി. ഞാനും കൂടി വരാങ്കിൾ അവരുടെ നാട്ടിലേക്ക്. അവസാന ശ്രമം പോലെ അബി പറഞ്ഞു. ഞാൻ ഉറപ്പ് പറയുന്നില്ല അബി, ഏതായാലും അങ്ങോട്ട് പോകാനൊരു സിറ്റുവേഷൻ ഒത്തുകിട്ടിയാ ഞാൻ തീർച്ചയായിട്ടും നിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഡെന്നീസ് ഫോൺ കട്ടാക്കി പോവുകയും ചെയ്തു. എന്തു പറഞ്ഞടാ? എബി ആകാംക്ഷയോടെ ചോദിച്ചു. അങ്കിൾ അവനെ കുറിച്ച് അറിയാണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് തന്റെ ഉള്ളിലെ നിരാശ എബി അറിയിക്കണമെന്നുണ്ടായിരുന്നു അബിക്ക്. അതുകൊണ്ട് തന്നെ അവൻ പരമാവധി പ്രസന്നത അഭിനയിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. പോയിട്ട് വല്ലതും നടക്കുമെന്ന എനിക്ക്. അവനെ പോലെ തന്നെ വർത്തമാനം പറഞ്ഞ് മയക്കാൻ അവന്റെ വീട്ടുകാരും മിടുക്കരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെന്തായാലും അവളെ മറക്കേണ്ടി വരും. എബി നിരാശയിൽ മുഖംകുനിച്ചു.
ഇങ്ങനെയൊന്നും നെഗറ്റീവ് പറയാടാ. അങ്കിളിന് എന്തായാലും ഇപ്പോൾ അവനെക്കുറിച്ചൊരു ബാഡ് ഇമേജ് ഉണ്ട്. അത് ഞാൻ വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു മനസ്സ് വെച്ചിട്ടായിരിക്കും അങ്കിൾ അവൻ്റെ നാട്ടിൽ പോയിട്ട് അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത് തന്നെ. കേട്ടിട്ടില്ലേ നീ? പൂർണ്ണ മനസ്സോടെ പോസിറ്റീവ് ചിന്ത നിറച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ നമുക്ക് പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. വിഷയുടെ കാര്യത്തിൽ അങ്കിളിന് ആദ്യം തന്നെ കിട്ടിയത് നെഗറ്റീവ് വൈബാ. ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ കുത്തിമറിഞ്ഞാലും അതങ്ങനെ പെട്ടെന്നൊന്നും സെറ്റാവില്ലടാ. നീ ചുമ്മാ ടെൻഷനാവില്ലേ? തുടക്കം നന്നായാൽ മാത്രമേ ഒടുക്കം നന്നാവൂ. അവൻ്റെ കാര്യത്തിൽ ഇനി അതില്ല. താൻ ടെന്നീസിനെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്നറിഞ്ഞതും അല്പ ആത്മവിശ്വാസം തിരിച്ചു പിടിച്ച എബി വീണ്ടും ആ നിരാശയിലേക്ക് തന്നെ കൂപ്പൂത്തി പോവാതിരിക്കാൻ വേണ്ടിയാണ് അബി അത്രയും കാര്യമായിട്ട് തന്നെ അത് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും അതുവരെ ഉണ്ടായിരുന്ന ഒരു സന്തോഷവും സമാധാനവും എബിക്കില്ലായിരുന്നു. എത്തിയിട്ട് വിളിക്കാൻ ലിസിയാൻഡി. ഡെന്നീസിന്റെ കൂടെ കാറിലേക്ക് കയറിയെന്നുണ്ടത് പറഞ്ഞിട്ട് മിത്ര കൈവീശി കാണിച്ചു. ആൾക്കപ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. തലേന്ന് നിന്നോടിനി തിരികെ പോരേണ്ടെന്ന് പറയുമോ എന്ന് വിശ്വ ചോദിച്ചു മുതൽ ആ ആശങ്കകളെ കുറച്ചൊന്നുമല്ല ശ്വാസം മുട്ടിച്ച്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിയോടെ പോകുകയല്ലെന്ന് അയാൾ ചോദിക്കും വരെയും ആ അസ്വസ്ഥത അല്പം പോലും കുറയാതെ അവളിൽ ഉണ്ടായിരുന്നു. ലിസിയാനി വലിയൊരു അച്ചാർ കുപ്പിയും പിന്നെ അല്ലറ ചില്ലറ പലഹാരങ്ങളും ബീഫ് വരട്ടിയതൊക്കെയായി അത്യാവശ്യം വലിയൊരു പാക്ക് തന്നെ കൊടുത്തുവിട്ടിട്ടുണ്ട്. അവരവിടെ ഒറ്റക്കാണല്ലോ പാചകമൊക്കെ. ഇതുകൂടി നിന്നോട്ടെ എന്നായിരുന്നു മിത്ര ഇതൊക്കെ എന്തിനാ ആന്റി എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം. എന്നാലും അവരെ മുഷിപ്പിക്കാൻ നിൽക്കാതെ മിത്ര അതെല്ലാം വാങ്ങി ബാഗിൽ എടുത്തു വെച്ചു. ടീൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലുള്ള റോഡിലേക്ക് തിരിഞ്ഞു ഡെന്നീസ് അവളോട് ചോദിച്ചു. എനിക്കറിയില്ല പപ്പാ. അറിയില്ലേ? എന്താ നീ അവളോട് ചോദിച്ചില്ലേ? അയാളുടെ മുഖം ചുളിഞ്ഞു പോയി. ഇല്ല. അവള് നിന്നോടും ചോദിച്ചില്ലേ? എന്നെ രാവിലെ വിളിച്ചു. ഉച്ചയ്ക്ക് ശേഷം പോകുന്ന ഞാനും പറഞ്ഞു. മിത്ര വലിയൊരു ഭാവമാറ്റമൊന്നുമില്ലാതെ ഉത്തരം പറയുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിത്ര? ഇല്ല പപ്പ, ഒന്നുമില്ല. എന്തായാലും ചോദിച്ചേ? അതിപ്പോ മുന്നേ നിങ്ങൾ അറിയാവുന്ന ആർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാവും. ഇത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ കൂടിയും നീ അവളും തമ്മിലൊരു അകലം വന്നിട്ടുണ്ട്, ശരിയല്ലേ? എന്നാൾ പപ്പയോട് പറഞ്ഞോ? മിത്രയുടെ മുഖം വലിഞ്ഞുമുറി തുടങ്ങി. ഏയ്, എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. വിഷയുടെ കാര്യം അവളാണോ പപ്പയോട് പറഞ്ഞ്? ആണെങ്കിലും അല്ലെങ്കിലും ഒന്നുമില്ല. എന്നാലും പപ്പ അറിയേണ്ട തന്നെയാണുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ട് തന്നെയാ ഞാൻ വന്നു. പക്ഷെ ഞാൻ പറഞ്ഞതിലും കുറച്ച് നേരത്തെ അവനെ കുറിച്ച് പപ്പയെ അറിയിച്ച അവളാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വിഷയെ ചൊല്ലിയാണോ നീയും ടീനയും തമ്മിലൊരു അകൽച്ച വന്ന്? അവനെ ചൊല്ലി അവർ 3 പേരാ എന്നെ മാറ്റി നിർത്തുന്നത്. അത് പറയുമ്പോൾ മിത്രക്കൽപ്പം നീരസമുണ്ട്. തന്റെ ഏതവസ്ഥയിലും കട്ടൊക്കെ കൂടെ നിൽക്കുമെന്ന് കരുതിയവരാണവർ. അവരങ്ങനെ തന്നെയായിരുന്നു. താനല്ല, ആദ്യം മുതൽ വിഷയെ ചൊല്ലി അവനോടുള്ള കാരണമില്ലാത്ത ദേഷ്യത്തെ ചൊല്ലി തന്നോട് അകന്നു മാറി നിന്നിട്ട് ഓരോന്നും പറഞ്ഞും ചെയ്തും അവർ 3 പേരുമാണ്. അന്നതിൽ തനിക്കും വല്ലാത്തൊരു മനപ്രയാസം തോന്നിയിരുന്നു. പിന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, തെറ്റിയുന്ന അവരാണ്, അകൽച്ച കാണിക്കുന്ന അവരാണ്. അപ്പോൾ പിന്നെ സങ്കടം മാത്രമായിട്ട് തനിക്ക് വേണ്ടെന്ന്. വിശ്വയെ നീ പരിചയപ്പെടും മുന്നേ നിന്നെ അറിയുന്നവരാണ് അബിയും ടീനയും. പഠനം കഴിഞ്ഞ് ജോലി കയറാൻ പ്ലാൻ ഉണ്ടായിരുന്ന ടീന നിനക്ക് വേണ്ടി മാത്രമാണ് ആ കോളേജിൽ ജോയിൻ ചെയ്ത്. നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. അതൊന്നും നീ മറന്നുപോയത്. ഡെനീസ് ആളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കും പോലെ പറഞ്ഞു. എനിക്കറിയാം പപ്പ, അറിഞ്ഞുകൊണ്ട് ഞാൻ അവരെ മാറ്റി നിർത്തിയിട്ടില്ല. അതിൽ അവൾക്ക് നല്ല ഉറപ്പുണ്ട്. അവര് 3 പേരും ഒരുപോലെ ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ, ഒരാളോടുള്ള ഇഷ്ടമില്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് കൂടി അന്വേഷിച്ച് നോക്കുന്ന ഒരു വിവേകമാണ്. അവർ 3 പേർക്കും വിശ്വം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള റീസൺ അത് എബിക്ക് എന്നോട് തോന്നിയ പ്രേമാണ്. അവനങ്ങനെ കാണാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് ദേഷ്യ വിശ്വയോട്. പക്ഷേ ഞാൻ പറയാൻ വിശ്വയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, എനിക്ക് എബി അങ്ങനെ കാണാൻ കഴിയുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്ക് എബി അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. ഒട്ടും ഓക്കെ ആവുന്നില്ലെന്നൊരു ഘട്ടത്തിൽ ഞാനത് അവനോട് തുറന്നു പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് എൻ്റെ അവൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതി തന്നെയാണ്. പക്ഷെ അവർക്കാർക്കൊന്നും മനസ്സിലായില്ല. ഫോഴ്സ് ചെയ്യും പോലെ പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടാവുന്ന വികാരം എന്നുള്ള പ്രണയം അത് മനസ്സോടെ തോന്നേണ്ടതാണ്. പിന്നെ മറ്റൊരാൾ പറഞ്ഞു കേട്ടിട്ടല്ല നമുക്കൊരാളോടുള്ള നിലപാട് മാറ്റി തിരുത്തേണ്ടത്. ആ ആൾ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടല്ലേ. അങ്ങനെ ബേസിൽ നോക്കുമ്പോൾ എനിക്ക് വിശ്വ പെർഫെക്റ്റ് ഓക്കെയാണ്. അത് അങ്ങനെയല്ലെന്ന് അവർക്ക് 3 പേർക്ക് ഒരുപോലെ തോന്നുന്നു എബിന് വേണ്ടിയാ. വിഷയം ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വീണ്ടും എബിലേക്ക് തന്നെ തിരികെ ചെല്ലാൻ വേണ്ടിയാണ് അവരുടെ ആരോപണങ്ങളൊക്കെയും. അല്പം പോലും പതറാതെ മിത്ര അവളുടെ നിലപാട് തുറന്നു പറയുമ്പോൾ ഡെന്നീസ് കുറച്ചു നേരമൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അവരുടെ കാർ ബസ് സ്റ്റാൻഡിന് സമീപം എത്തിച്ചേർന്നിരുന്നു. പോട്ടെ അപ്പ. അതുവരെ ഉണ്ടായ നീരസമെല്ലാം മാറ്റി മിത്ര അയാളിലേക്കും ചേർന്നിട്ട് കെട്ടിപ്പിടിച്ചു. പോയിട്ട് വാ. ആള് ചേർത്ത് പിടിച്ച് പുറത്തെട്ടിക്കൊണ്ട് പറയുമ്പോൾ അയാളുടെ സ്നേഹനിധിയായ പപ്പ മാത്രമായിരുന്നു. വിഷയെക്കുറിച്ച് എനിക്കറിയണം. അകന്നു മാറി ഡോർ തുറക്കാൻ തുനിഞ്ഞ മിത്രയുടെ കയ്യിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ഡെന്നീസ് പറഞ്ഞു. ഞാൻ അവരോട് പപ്പയെ വന്ന് കാണാൻ പറയാം. അല്പം പോലും ആശങ്കയില്ലാതെ ചിരിയോടെ മിത്ര പറഞ്ഞു. അപ്പോഴും അവൾക്ക് ഉറപ്പുണ്ട് അവനോടൊന്ന് സംസാരിച്ചാൽ അയാളുടെ ഇപ്പോഴുള്ള ഈ നിലപാടിൽ അല്പം മാറ്റം വരുമെന്ന്. അത് വേണ്ട, എനിക്ക് അവനെയല്ല ആദ്യം കാണേണ്ടത്. അവൻ്റെ നാട്ടിൽ പോകണം, വീട്ടിൽ പോകണം, അവിടെ നിന്ന് അവൻ അറിയണം. എന്നിട്ട് അവനെ നേരിട്ട് കാണാനോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറയാം. അവിടെയൊക്കെ പോയി അന്വേഷിച്ച് വന്നിട്ട് എനിക്ക് അവനെ കാണേണ്ട എന്നാണെങ്കിൽ എൻ്റെ മകൾക്ക് അവൻ യോജിക്കുന്നവനല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനെ വേണ്ട. ഓക്കെ അല്ലേ?
ഗൗരവത്തോടെ തന്നെ നോക്കിക്കൊണ്ട് പറയുന്ന പപ്പയെ മിത്ര ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ നേർത്തൊരു ചിരിയോടെ തലയാട്ടി യാത്ര പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്നിറങ്ങി. ആർക്കു വേണ്ടിയും എനിക്ക് അവനെ ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല. അവനെന്നെ ഇഷ്ടമാണ്. എനിക്ക് അവനെയും. അവന്റെ നാടും വീടും നാട്ടുകാരെയും ഒന്നും അറിഞ്ഞിട്ടല്ല എനിക്ക് ആ ഇഷ്ടം തോന്നിയത്. എന്റെ ഒരു മോശാവസ്ഥയിൽ അവൻ എന്റെ കൂടെ നിൽക്കാൻ കാണിച്ച ആ മനസ്സിനെയാണ് ഈ മിത്ര ഡെന്നീസ് മാത്യു പ്രണയിച്ചത്. അതിപ്പോഴും അവനിൽ ഭദ്രമാണ്. തൽക്കാലം എനിക്ക് അത് മതി. ഇനി എന്റെ ലൈഫിൽ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ തീർച്ചയായിട്ടും അവൻ എന്റെ കൂടെ കാണുന്നുള്ള ആ ഉറപ്പാണ് എന്റെ പ്രണയത്തിന്റെ ആഴം, വിശ്വാസം. അയാളോടൊന്നും പറയാതെ ചിരിച്ചുകൊണ്ടിറങ്ങി തിരികെ ബസ്സിന് നേരെ നടക്കുമ്പോഴും മിത്രയുടെ മനസ്സിൽ അതായിരുന്നു, അത് മാത്രമായിരുന്നു. അങ്ങോട്ടേക്ക് പോരാൻ ബസ്സിൽ കയറിയ പോലെയല്ല, അത്യാവശ്യം ആളാണ് ഉള്ളു മുഴുവനും. നടുവിൽ ഒഴിഞ്ഞിടക്കുന്ന ഒരു സീറ്റിന് നേരെ ചെന്നിട്ട് ബാഗ് മുകളിലേക്ക് ഇട്ടുകൊണ്ട് മിത്ര അതിലിരുന്നു. മനസ്സ് അവളുടെ കൈപ്പിടിയിലില്ല. അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു നോക്കും. അവൻ ഓക്കെ അല്ലെന്ന് ഞാൻ പറഞ്ഞ വിട്ടുകളഞ്ഞേക്കണം. മുന്നറിയിപ്പ് പോലെ ഡെന്നീസിന്റെ വർത്തമാനം അത് അവളെ ശരിക്കും ആശങ്കപ്പെടുത്തി. അവൾ ആ വാക്കുകളുടെ അർത്ഥത്തിന്റെ ആഴം തേടി. ഉത്തരം പേടിപ്പിക്കുന്നതാണ്. അവനെ ഓർമ്മ വന്നു. വിശ്വയെ കാണാനാണ് തോന്നുന്നത്. പക്ഷെ ഒന്നും മിണ്ടിയാൽ ഇപ്പോൾ ഈ വീർപ്പുമുട്ടൽ അല്പം കുറഞ്ഞു കിട്ടും. പക്ഷേ വിളിക്കണോ വേണ്ടയോ? നേരിട്ട് അവനോട് ചെന്ന് പറയുന്നല്ലേ നല്ലത്. ഫോൺ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ആലോചനയിലാണ് അവള്. അതിനിടയിൽ തൊട്ടടുത്ത് ആരോ വന്നിരുന്നു. ചിന്തകൾ കാടുകയറി തുടങ്ങിയോണ്ട് അവളത് അറിഞ്ഞില്ല. പക്ഷെ എപ്പോഴും അനുഭവിച്ചൊരു ഗന്ധത്തിനെ, ഏറെ ഇഷ്ടമുള്ളൊരു സാമീപ്യത്തിനെ ഹൃദയം തിരിച്ചറിഞ്ഞതുപോലെ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ തന്നെ നോക്കി കൂട്ടമായൊരു ചിരിയോടെ അവൻ അരികിലിരുന്നു. മിത്ര ചാടി എഴുന്നേൽക്കാൻ തുനിഞ്ഞതും വിശ്വ അവളെ പിടിച്ചിരുത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.